വെൽക്കം സ്റ്റുഡൻസ്. നമ്മുടെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ്? കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് അല്ലേ? അപ്പോൾ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ദ സ്റ്റേറ്റ്മെന്റ്സ് വിച്ച് ആർ യൂസ്ഡ് ടു കൺട്രോൾ ദ എക്സിക്യൂഷൻ സീക്വൻസ് ഓഫ് എ പ്രോഗ്രാം. അത് രണ്ടായിട്ട് തരം തിരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു. ഒന്ന് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സ്, ദെൻ സെക്കൻഡ് വൺ ഐട്രേഷൻ ഓർ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ്. ഇതിൽ ഡിസിഷൻ മേക്കിങ്ങിൽ വരുന്ന രണ്ട് പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഒന്ന് ഇഫ് സ്റ്റേറ്റ്മെന്റ്, രണ്ടാമത്തത് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അതായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ ഇഫ് സ്റ്റേറ്റ്മെന്റിന്റെ കീഴിൽ വരുന്ന മൂന്ന് ഫോംസ് ആണ്. ഒന്ന് സിമ്പിൾ ഇഫ് എന്ന് പറയും, രണ്ട് ഇഫ് എൽസ്, മൂന്ന് ഇഫ് എൽസ് ഇഫ് ലാഡർ. ഇത് മൂന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ഇഫ് സ്റ്റേറ്റ്മെന്റിന്റെ മൂന്ന് ഫോംസ്. പിന്നെ അതിന് പുറമെ സ്വിച്ച് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ പഠിച്ചു. അതിന്റെ സിൻടാക്സ് ആണ് അന്ന് എക്സ്പ്ലെയിൻ ചെയ്തത്. ഇന്നിപ്പോൾ ഈ സെഷനിൽ നമ്മൾ പറയാൻ പോകുന്നത് ഈ ഓരോ സ്റ്റേറ്റ്മെന്റ്സിന്റെ എക്സാമ്പിൾ പ്രോഗ്രാംസ്. ഓക്കെ, അപ്പോൾ ആദ്യം ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന വീഡിയോ, അതായത് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സിന്റെ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് കാണാൻ പാടുള്ളൂ. കാരണം എന്താ വെച്ചാൽ അതിലാണ് ഇതിന്റെ വർക്കിങ്ങും സിൻടാക്സും എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രോഗ്രാമുകളുടെ എക്സ്പ്ലനേഷൻ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ മൂന്ന് ഇഫ് സ്റ്റേറ്റ്മെന്റിന്റെ മൂന്ന് ഫോംസും അതുപോലെ തന്നെ സ്വിച്ച് സ്റ്റേറ്റ്മെന്റിന്റെ എക്സാമ്പിൾസ് ആയിട്ടുള്ള പ്രോഗ്രാംസിലേക്ക് വരാം. ഓക്കെ, അപ്പൊ ഇതിൽ ആദ്യം നമുക്ക് ഏതെടുക്കാം? ഇഫ് സ്റ്റേറ്റ്മെന്റ് എടുക്കാം. ഇഫ് സ്റ്റേറ്റ്മെന്റിന്റെ മൂന്ന് ഫോംസ് ആണ്. ഒന്ന് സിമ്പിൾ ഇഫ് എന്ന് പറയും, രണ്ടാമത്തത് ഇഫ് എൽസ്, മൂന്നാമത്തത് ഇഫ് എൽസ് ഇഫ് ലാഡർ. മൂന്ന് സിറ്റുവേഷൻസിലാണ് യൂസ് ചെയ്യുക. ഇപ്പോൾ ഒരു കണ്ടീഷൻ നമുക്ക് ടെസ്റ്റ് ചെയ്യണം. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഒരു പ്രോസസ്സ് ചെയ്യണം, അല്ലെങ്കിൽ എ സെറ്റ് ഓഫ് ഓപ്പറേഷൻസ് ചെയ്യണം. ഫാൾസ് ആണെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യണ്ട. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രം ചെയ്താൽ മതി, ഫാൾസ് ആണെങ്കിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് സിമ്പിൾ ഇഫ്. ഓക്കെ, അതിന്റെ സിൻടാക്സ് ഒക്കെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ് കേട്ടോ. പിന്നെ കണ്ടീഷൻ ട്രൂ ആകുമ്പോൾ എന്നത് ചെയ്യണം, കണ്ടീഷൻ ഫാൾസ് ആകുമ്പോൾ വേറെ ചില ഓപ്പറേഷൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സ് ചെയ്യണം. ആ കേസിൽ ഉപയോഗിക്കുന്ന ഫോമാണ് ഇഫ് എൽസ് എന്ന് പറയുന്നത്. ഇനി രണ്ടിൽ കൂടുതൽ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് യൂസ് ചെയ്യുന്ന ഒരു ഇഫിന്റെ ഫോമാണ് ഇഫ് എൽസ് ഇഫ് ലാഡർ എന്ന് പറയുന്നത്. അതായത് when there are a number of conditions or multiple conditions to be evaluated, the most appropriate form of if statement is if else if ladder. അപ്പോൾ ഇതിൽ ആദ്യം നമുക്ക് ഇഫ് സിമ്പിൾ ഇഫിന്റെയും ഇഫ് എൽസിന്റെയും കൂടി ഡെമോൺസ്ട്രേഷൻ ആയിട്ട് ഒറ്റ പ്രോഗ്രാം, രണ്ടും കൂടി ഒന്നിച്ചൊരു പ്രോഗ്രാം ആയിട്ടാണ് ചെയ്യുന്നത്. അല്ലാതെ സിമ്പിൾ ഇഫിന്റെ ഒന്ന് ഇഫ് എൽസിന്റെ ഒന്ന് അങ്ങനെയല്ല, രണ്ടും കൂടി ഒന്നിച്ചുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പ്രോഗ്രാം എന്താണെന്ന് ചോദിച്ചാൽ CE സ്കോറുകൾ നിങ്ങൾക്ക് അറിയാം. ഒരു സ്റ്റുഡൻറ്റിന്റെ 3 ടേമിലുള്ള CE സ്കോഴ്സ് ഇൻപുട്ട് ചെയ്യും. ഓക്കെ, അതായത് 3 CE സ്കോഴ്സ്. ഫസ്റ്റ് വൺ ഈസ് CE1, then CE2 and CE3. These are the CE scores of a student in 3 terms. ഈ 3 CE സ്കോഴ്സിൽ ഏറ്റവും ബെസ്റ്റ് CE സ്കോർ ഏതാണ് എന്നുള്ളത് ഫൈൻഡ് ചെയ്യണം, അല്ലെങ്കിൽ കണ്ടുപിടിക്കണം. അതിനുള്ള പ്രോഗ്രാമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് പ്രോഗ്രാമിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ വർക്കിംഗ് ലോജിക് ഒന്ന് പറയാം. ഇവിടെ 3 CE സ്കോഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ 3 CE സ്കോഴ്സിൽ ഏറ്റവും ബെസ്റ്റ് CE സ്കോർ കണ്ടെത്തും വേണ്ടേ? അപ്പോൾ അതിന് ഇവിടെ 4 ഡാറ്റ വരുന്നുണ്ട്. there are 4 pieces of data. അപ്പോൾ ഈ നോർമലി നമ്മൾ പഠിച്ചാണ് ഇൻ C++ ലാംഗ്വേജ് ഡാറ്റ ഈസ് സ്റ്റോർഡ് ഇൻ വേരിയബിൾസ്. ഓക്കെ, ഡാറ്റ സ്റ്റോർ ചെയ്യാൻ എപ്പോഴും നമുക്ക് എന്ത് വേണം? വേരിയബിൾസ് വേണം. അപ്പോൾ ഇവിടെ എത്ര വേരിയബിൾസ് വേണം? വി നീഡ് 4 വേരിയബിൾസ്. ഓക്കെ, ഒരു വേരിയബിൾ CE1 സ്റ്റോർ ചെയ്യാനുള്ളത്, രണ്ടാമത്തെ വേരിയബിൾ CE2 സ്റ്റോർ ചെയ്യാനുള്ളത്, മൂന്നാമത്തെ വേരിയബിൾ CE3 സ്റ്റോർ ചെയ്യാനുള്ളത്, നാലാമത്തെ വേരിയബിൾ ഈ ബെസ്റ്റ് സ്കോർ, ഈ 3 ബെസ്റ്റ് സ്കോർ സ്റ്റോർ ചെയ്യാനുള്ള വേരിയബിൾ. അപ്പോൾ ഇങ്ങനെ 4 വേരിയബിൾസ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് 4 വേരിയബിൾസ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം.
ഇവിടെ 4 വേരിയബിൾസ്. ഇത് CE1 സ്കോർ ചെയ്യാനുള്ള വേരിയബിൾ, ഇത് CE2 സ്കോർ ചെയ്യാനുള്ള വേരിയബിൾ, ഇത് CE3 സ്റ്റോർ ചെയ്യാനുള്ള വേരിയബിൾ, ഇത് ബെസ്റ്റ് CE മാർക്ക് സ്റ്റോർ ചെയ്യാനുള്ള വേരിയബിൾ. അപ്പോൾ സപ്പോസ് ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഇവിടെ സാമ്പിൾ വാല്യൂസ് നമുക്ക് കൊടുത്ത് നോക്കാം. CE1 ഉള്ള വാല്യൂ 17 ആണ്. ഫസ്റ്റ് ടേമിൽ ഈ സ്റ്റുഡൻറ്റിന് കിട്ടിയ CE സ്കോർ എത്രയാണ്? 17 മാർക്സ് ആണ് ഔട്ട് ഓഫ് 20. CE2 സെക്കൻഡ് ടേമിൽ ഈ സ്റ്റുഡൻറ്റിന് കിട്ടിയ സ്കോർ 19 ആണ്. തേർഡ് ടേമിൽ ഈ സ്റ്റുഡൻറ്റിന് കിട്ടിയ സ്കോർ 20 ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് 3 CE സ്കോർസ് എന്ന് വിചാരിക്കാം. ഇതിൽ നമുക്ക് കാണുമ്പോൾ അറിയാം ഈ 3 ഏറ്റവും ബെസ്റ്റ് സ്കോർ ഇപ്പോൾ ഏത് വേരിയബിളിലാണ് ഉള്ളത്? ഈ മൂന്നാമത്തെ വേരിയബിൾ ആയിട്ടുള്ള CE3 ഉള്ളത് 20 എന്ന് പറയുന്ന മാർക്ക്. പക്ഷേ പ്രോഗ്രാമാറ്റിക്കലി നമ്മളത് പ്രൂവ് ചെയ്യണം. ഈ CE3 ആണ് ഈ 3 സ്കോഴ്സിൽ വെച്ചിട്ടും ഏറ്റവും ബെസ്റ്റ് സ്കോർ എന്നുള്ളത് നമ്മൾ പ്രിന്റ് ചെയ്യിപ്പിക്കണം. അവിടെയാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ ഇഫ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റിന്റെ യൂസേജ് വരിക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ശ്രദ്ധിക്കുക. ആദ്യം നമ്മൾ ഈ CE1 വാല്യൂ അതുപോലെ CE2 വാല്യൂ കൂടി എന്ത് ചെയ്യും? കമ്പയർ ചെയ്യാം. അപ്പോൾ കമ്പയർ ചെയ്യാൻ നമുക്കറിയാം നമ്മൾ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റർ ഏതാണ്? റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ആണ്. ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു, ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു, ഇങ്ങനെയുള്ള ഓപ്പറേറ്റേഴ്സ് ആണ് നോർമലി 2 വേരിയബിൾസിന്റെ വാല്യൂസ് കമ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്തു. ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ അതിൽ ഏതാണ് ഏറ്റവും വലുത് നോക്കും. വി ആർ കമ്പയറിംഗ് ദ വാല്യൂ CE1 വിത്ത് CE2 വെദർ CE1 is greater than CE2. CE1 വാല്യൂ CE2 വാല്യൂവിനേക്കാളും വലുതാണ് നോക്കി. വലുതാണെങ്കിൽ എന്ത് ചെയ്തു? അതിന് ആ സ്കോറിനെ നമ്മൾ ബെസ്റ്റ് സ്കോർ ആക്കി മാറ്റും. ഓക്കെ, അതായത് ആ സ്കോറിനെ നമ്മൾ ബെസ്റ്റ് എന്ന് പറയുന്ന ഈ വേരിയബിളിൽ സ്റ്റോർ ചെയ്യും. ഇനി അല്ലെങ്കിൽ ഏതാ വലുത്? CE2 അല്ലേ വലുത് അല്ലെ? അപ്പോൾ CE2 വാല്യൂ ബെസ്റ്റിൽ സ്റ്റോർ ചെയ്യും. അപ്പോൾ ഇത് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു വാല്യൂ, ഈ 17 അല്ലെങ്കിൽ 19 ഇതിൽ ഏതെങ്കിലും ഒരു വാല്യൂ നമുക്ക് ബെസ്റ്റ് CE സ്കോർ ആയിട്ട് കിട്ടും. തൽക്കാലം നമ്മൾ ബെസ്റ്റ് CE സ്കോർ ആക്കി മാറ്റുകയാണ്. അതായത് 3 കൂടി കമ്പയർ ചെയ്തിട്ടുള്ള ബെസ്റ്റ് സ്കോർ അല്ല, ദ ബെസ്റ്റ് സ്കോർ എമംഗ് ദീസ് 2 വാല്യൂസ്. ഈ 2 വാല്യൂസിലെ ഏറ്റവും ബെസ്റ്റ് സ്കോർ ഏതാണെന്നുള്ളത് ഫൈൻഡ് ചെയ്യാം. അപ്പോൾ അത് നമുക്കറിയാം. ഇതൊന്ന് രണ്ടൊന്നും നോക്കിക്കഴിഞ്ഞാൽ ഏതാണ് ബെസ്റ്റ് സ്കോർ? ഇവിടെ CE2 എന്ന് പറയുന്ന വേരിയബിളിലുള്ള വാല്യൂ ആണ് ബെസ്റ്റ് സ്കോർ, ദാറ്റ് ഈസ് 19. സോ ആസ് ഇറ്റ് ഈസ് ഇപ്പോഴത്തെ സ്ഥിതിക്ക് അനുസരിച്ച് ഇതിൽ രണ്ടിലും വലിയ വാല്യൂ ഏതാണ്? 19 ആണ്. അപ്പോൾ 19 എന്ന് പറയുന്ന വാല്യൂ നമ്മൾ ബെസ്റ്റ് സ്കോർ ആയിട്ട് മാറ്റി ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ. Now the next step is we have to check whether this CE3, the value stored in CE3 is more than or greater than the values stored in this variable. Best എന്ന് പേരുള്ള വേരിയബിളിലുള്ള വാല്യൂവിനെക്കാളും വലുതാണോ നോക്കുന്നത് CE3 വാല്യൂ. So now we are comparing these 2 values. Okay, ഈ 2 വാല്യൂസ് നമ്മൾ കമ്പയർ ചെയ്യാം. ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം CE3 വാല്യൂ ബെസ്റ്റിലുള്ള വാല്യൂവിനേക്കാളും വലുതാണ്. ബിക്കോസ് 20 is greater than 19. അപ്പോൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു റീപ്ലേസ് ദ വേരിയബിൾ ബെസ്റ്റ് വിത്ത് ദ വാല്യൂ 20. ബെസ്റ്റിൽ ഇപ്പോൾ ഓൾറെഡി ഉള്ള വാല്യൂ എത്രയാണ്? 19 ആണ്. ആ 19 എന്ന് പറയുന്ന വാല്യൂ മാറ്റിയിട്ട് അവിടെ എന്ത് വരണം? 20 വരണം. അപ്പോൾ ഇവിടെ നമ്മൾ റീറൈറ്റ് ചെയ്തു, ഇങ്ങനെ ഓവർ റൈറ്റ് ചെയ്തു, ദാറ്റ് ഈസ് 20. ഓക്കെ, ഇനി സപ്പോസ് ഇവിടെ 20 അല്ല എന്ന് വിചാരിക്കാം. ഇവിടെ ആദ്യത്തെ പോലെ തന്നെ 19 ആണ്. ഇവിടെ 19 തന്നെയാണ്. ഇവിടെ 15 ആണെന്ന് വിചാരിക്കും. അപ്പോൾ ഇത് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ബെസ്റ്റിൽ ഓൾറെഡി ആദ്യം ഉണ്ടായിരുന്ന വാല്യൂ തന്നെയല്ലേ വലുത്. അപ്പോൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് കമ്പയർ ചെയ്യുക. ഈ വാല്യൂ ഇതിലേക്ക് സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? അപ്പോൾ ഇതാണ് പ്രോഗ്രാമിൻ്റെ ലോജിക്. അപ്പോൾ ഇനി നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് വരാം. അപ്പോൾ നോർമലി ഏത് പ്രോഗ്രാമും തുടങ്ങുന്ന ആ മെത്തേഡ് തന്നെ. ആദ്യം എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യാം? ഹാഷ് ഇൻക്ലൂഡ് IOStream യൂസിങ് നെയിം സ്പേസ് STD, ദെൻ ഇൻഡ് മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഓപ്പൺ ചെയ്യാം. സോ ഇൻഡ് മെയിൻ ഓപ്പൺ ചെയ്തു.
ഇനി ഇവിടെ നമ്മൾ നോർമലി എന്താണ് ചെയ്യുക, വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യില്ല വേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, വി നീഡ് ഹൗ മെനി വേരിയബിൾസ്, എത്ര വേരിയബിൾസ് വേണം, 4 വേരിയബിൾസ്, C1, C2, C3 ആൻഡ് ബെസ്റ്റ്. ആ വേരിയബിൾസ് എങ്ങനെ ഡിക്ലെയർ ചെയ്യാം, ഡിക്ലെയർ ചെയ്യാനുള്ള സിൻടാക്സ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ആദ്യം ഡാറ്റ ടൈപ്പ്, ദെൻ സ്പേസ്, വേരിയബിൾ നെയിം, അതാണ് സിൻടാക്സ്. അപ്പോൾ ഈ 3 CE കോഴ്സും നമ്പേഴ്സ് ആയതുകൊണ്ട് ഇൻറ്റിജർ ടൈപ്പ് ആയിട്ട് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാം. ഇൻറ്റ് CE1, CE2, CE3 ആൻഡ് ബെസ്റ്റ്. 4 വേരിയബിൾസ്, C1, C2, C3, ബെസ്റ്റ്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ്, CE1നും C2നും C3ക്കും വാല്യൂസ് വേണ്ടേ, വാല്യൂസ് ഇൻപുട്ട് ചെയ്യണ്ടേ. അപ്പോൾ അതാണ് അടുത്ത സ്റ്റെപ്പ്. സോ Cout enter 3 CE scores or enter 3 scores. 3 സ്കോറുകൾ ഇൻപുട്ട് ചെയ്യാം. എൻ്റർ ചെയ്യാൻ വേണ്ടി പറയാം. CIN, CE1, CE2, CE3. 3 വാല്യൂസ് നമ്മൾ സ്റ്റോർ ചെയ്യും, ഇൻപുട്ട് ചെയ്യും. ഇനി എന്ത് ചെയ്യണം, നേരത്തെ പറഞ്ഞ പോലെ ആദ്യം നമുക്ക് C1ലുള്ള വാല്യൂ C2ലുള്ള വാല്യൂ കൂടി കമ്പയർ ചെയ്യണം. വെദർ CE1 ഈസ് ഗ്രേറ്റർ ദാൻ CE2. ഓക്കെ, അപ്പോൾ അതിനാണ് നമ്മൾ ഇഫ് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുക, ഇഫ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുക. സോ ഇഫ് CE1 ഈസ് ഗ്രേറ്റർ ദാൻ CE2, C1ലുള്ള വാല്യൂ CE2ലുള്ള വാല്യൂവിനേക്കാളും വലുതാണ് നോക്കുന്നത്. ഇഫ് ദിസ് കണ്ടീഷൻ ഈസ് ട്രൂ, ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, C1 ഈസ് ഗ്രേറ്റർ ദാൻ CE2. C1ൽ ഹോൾഡ് ചെയ്ത വാല്യൂ C2ലത്തെ വാല്യൂവിനേക്കാളും വലുതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൽ രണ്ടിലും ഏതാണ് ബെസ്റ്റ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് അസൈൻ ചെയ്യേണ്ടത്, ഏത് വാല്യൂ ആണ് അസൈൻ ചെയ്യേണ്ടത്, വി ഹാവ് ടു അസൈൻ ദ വാല്യൂ CE1 ബിക്കോസ് CE1 ഈസ് ഗ്രേറ്റർ ദാൻ CE2. അപ്പോൾ ബെസ്റ്റ് എന്ന് പറയുന്ന വേരിയബിൾ ഇവിടെ ഉണ്ട്, ആ വേരിയബിളിലേക്ക് നമ്മൾ CE1ലുള്ള വാല്യൂ അസൈൻ ചെയ്യാം. ഓക്കെ, സോ ബെസ്റ്റ് ഈക്വൽ ടു CE1. ക്ലിയർ ആയോ? അപ്പോൾ C1 CE2നെക്കാളും വലുതാണെങ്കിൽ C1ലുള്ള വാല്യൂ ബെസ്റ്റ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് അസൈൻ ചെയ്യും. ഓക്കെ, ഇനി അല്ലെങ്കിലോ, ഇഫ് CE1 ഈസ് ലെസ് ദാൻ CE2 അല്ലെങ്കിൽ ഇഫ് C1 ഈസ് ഗ്രേറ്റർ ദാൻ CE2 എന്നുള്ള കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ എന്താ ചെയ്യാം, അവിടെയാണ് നമുക്ക് എൽസ് പാർട്ടിന്റെ ആവശ്യം. ഓക്കെ, അപ്പം ഇതിൻ്റെ തന്നെ കൂടെ എന്തെഴുതുന്നു, എൽസ്. അപ്പൊ ഏതാണ് ബെസ്റ്റിലേക്ക് അപ്പോൾ അസൈൻ ചെയ്യേണ്ടത്, അങ്ങനെയാണെങ്കിൽ ബെസ്റ്റ് CE സ്കോർ ആയിട്ട് ഏതാണ് അസൈൻ ചെയ്യേണ്ടത്, CE2 അല്ലേ. അപ്പോൾ CE2 ബെസ്റ്റ് ഈക്വൽ ടു CE2. Okay, so if CE1 is greater than CE2, ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ CE1 ബെസ്റ്റിലേക്ക് അസൈൻ ചെയ്യും. അതർവൈസ് ഓർ എൽസ് അല്ലെങ്കിൽ CE2 ബെസ്റ്റിലേക്ക് അസൈൻ ചെയ്യും. അപ്പോൾ ഇപ്പോൾ ബെസ്റ്റ് എന്ന് പറയുന്ന ഈ വേരിയബിളിൽ ഒന്നുകിൽ CE1ലുള്ള വാല്യൂ ഉണ്ടായിരിക്കും, അല്ലെങ്കിലോ CE2ലുള്ള വാല്യൂ ഉണ്ടായിരിക്കും, ഏതെങ്കിലും ഒന്നും ഉണ്ടാവില്ലേ. ഇനി നമുക്ക് ബെസ്റ്റിലുള്ള വാല്യൂ CE3യും കൂടി കമ്പയർ ചെയ്യണം. ദാറ്റ് ഈസ് വി ഹാവ് ടു കമ്പയർ ദിസ് CE3 വിത്ത് ബെസ്റ്റ്. ബെസ്റ്റിൽ ഓൾറെഡി ഉള്ള വാല്യൂ ആയിട്ട് CE3 കമ്പയർ ചെയ്യണം. അപ്പോൾ അതിന് ഒരു ഇഫ് സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നു. ഇഫ് CE3 ഗ്രേറ്റർ ദാൻ ബെസ്റ്റ്, ഇഫ് CE3 ഈസ് ഗ്രേറ്റർ ദാൻ ബെസ്റ്റ്, അങ്ങനെയാണെങ്കിൽ ബെസ്റ്റ് ഈക്വൽ ടു CE3. അതായത് ബെസ്റ്റിൽ ഓൾറെഡി C1ലുള്ള വാല്യൂ അല്ലെങ്കിൽ C2ലുള്ള വാല്യൂ വന്നിട്ടുണ്ട്, ആ വാല്യൂവിനേക്കാളും CE3ലുള്ള വാല്യൂ വലുതാണെങ്കിൽ, CE3ലുള്ള വാല്യൂ ബെസ്റ്റിൽ സ്റ്റോർ ചെയ്ത വാല്യൂവിനേക്കാളും വലുതാണെങ്കിൽ, അപ്പോൾ ബെസ്റ്റ് നമുക്ക് മാറ്റണ്ടേ അല്ലേ.
ഇപ്പോൾ ബെസ്റ്റ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് CE3 അസൈൻ ചെയ്തു. ആൻഡ് ഇഫ് ദിസ് കണ്ടീഷൻ ഈസ് ഫാൾസ്, ദാറ്റ് മീൻസ് CE3 ഈസ് ലെസ് ദാൻ ബെസ്റ്റ് ഓർ CE3 ഗ്രേറ്റർ ദാൻ ബെസ്റ്റ് എന്ന് പറയുന്ന കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ അപ്പോൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ. അപ്പോൾ ഇപ്പോൾ എന്താണോ ബെസ്റ്റിലുള്ളത് ആ വാല്യൂ തന്നെയാണ് ബെസ്റ്റ്. അപ്പോൾ നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഇവിടെ ഇതിൻ്റെ എൽസ് എഴുതേണ്ട ആവശ്യമില്ല. ഇവിടെ എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇപ്പോൾ ബെസ്റ്റ് എന്ന് പറയുന്ന വേരിയബിളിൽ ഏറ്റവും വലിയ വാല്യൂ വന്നിട്ടുണ്ടാവും. അത് CE1 അല്ലെങ്കിൽ CE2 അല്ലെങ്കിൽ CE3 ഏതാണ് ഏറ്റവും വലുത് വെച്ചാൽ അത് ഏതിലെത്തിയിട്ടുണ്ടാവും, ബെസ്റ്റ് എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. നൗ വി ഹാവ് ടു പ്രിന്റ് ദ വാല്യൂ ഓഫ് ബെസ്റ്റ്. എങ്ങനെ എഴുതുക? Cout best score equal to best, then return 0. Okay, return 0. ഇതാണ് ഒന്നാമത്തെ പ്രോഗ്രാം. അതായത് ഇവിടെ നമ്മൾ എന്തൊക്കെ ഉപയോഗിച്ചു? ഇഫ് എൽസ് ഉപയോഗിച്ചു. ഇഫ് എൽസ് ഇവിടെ യൂസ് ചെയ്യും. പിന്നെ ഇവിടെ സിംപിളിഫും ഉപയോഗിച്ചു. സിംപിളിഫ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇഫ് വിത്തൗട്ട് എൽസ് പാർട്ട്. ഇവിടെ എൽസ് പാർട്ട് നമ്മൾ എഴുതിയിട്ടില്ല. എൽസ് പാർട്ട് എഴുതാത്തതുകൊണ്ട് ഇത് സിംപിളിഫ് ആണ്, ഇത് ഇഫ് എൽസ് ആണ്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത എക്സാമ്പിളിലേക്ക് വരാം. അടുത്ത എക്സാമ്പിൾ ഏതാണ്? ഇഫ് എൽസ് ഇഫ് ലാഡറിന്റെ എക്സാമ്പിളാണ്. ഓക്കെ, അതിന്റെ പ്രോഗ്രാമായിട്ട് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് എന്താണ്? ഒരു ക്യാരക്ടറാണ് ഇവിടെ ഇൻപുട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ പ്രോഗ്രാമിൽ നമ്മൾ നമ്പേഴ്സാണ് ഇൻപുട്ട് ചെയ്തത്. ഇവിടെ അതിന് പകരം ഒരു ക്യാരക്ടർ ഇൻപുട്ട് ചെയ്യുന്നു. ക്യാരക്ടർ മീൻസ് എനിത്തിങ് വിച്ച് ഇസ് എൻക്ലോസ്ഡ് വിത്ത് സിംഗിൾ കോഡ്സ്. ഇപ്പോൾ ദിസ് ഇസ് എ ക്യാരക്ടർ, ദിസ് ഇസ് അനദർ ക്യാരക്ടർ. എന്താ വ്യത്യാസം? ഇത് ലോവർ കേസ് ലെറ്റർ ആണ് അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ ആണ്, ഇത് ക്യാപിറ്റൽ ലെറ്റർ ആണ്, അപ്പർ കേസ് ലെറ്റർ ആണ്. ഇനി ഇതും ഒരു ക്യാരക്ടറാണ്. 7 is actually a digit, but when it is enclosed within the single quotes, it is a character. Okay. അപ്പോൾ ഈ പ്രോഗ്രാമിൽ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ we are giving a character as an input to the program, and we have to check whether the given character is a lowercase alphabet or an uppercase alphabet or a digit. ഇത് മൂന്നും അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ഒരു മറ്റൊരു ക്യാരക്ടർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു ലോവർ കേസ് ഇതുപോലെ എ എന്ന് പറയുന്ന ഒരു ലോവർ കേസ് ലെറ്റർ ആണ് നമ്മൾ കീബോർഡ് വഴി ഇൻപുട്ട് ചെയ്തെന്നുണ്ടെങ്കിൽ അത് എങ്ങനെ വരണം? ഇറ്റ് ഈസ് എ ലോവർ കേസ് ലെറ്റർ അല്ലെങ്കിൽ ലോവർ കേസ് ആൽഫബറ്റ് എന്ന് പറയണം, പ്രിന്റ് ചെയ്ത് പറയണം. ഇനി അതല്ല ഒരു ക്യാപിറ്റൽ ലെറ്റർ വാല്യൂ നമ്മൾ കൊടുത്തത്, ഒരു ക്യാരക്ടറാണ് കൊടുത്തത്, അപ്പോൾ എങ്ങനെ പ്രിന്റ് ചെയ്യണം? ഇറ്റ് ഈസ് എൻ അപ്പർ കേസ് ലെറ്റർ, അങ്ങനെ പ്രിന്റ് ചെയ്യണം. ഇനി അതല്ല നമ്മളൊരു ഡിജിറ്റ് ആണ് ഇൻപുട്ട് ചെയ്തത് പ്രോഗ്രാമിലേക്ക്, അപ്പോൾ എങ്ങനെ വരണം? ഇറ്റ് ഈസ് എ ഡിജിറ്റ് എന്ന് പറയണം. ഇനി ഇതൊന്നും അല്ലാത്തൊരു വാല്യൂ ആണ് ഇൻപുട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എനി അതർ ക്യാരക്ടർ അല്ലെങ്കിൽ അതർ ക്യാരക്ടർ എന്നുള്ള മെസ്സേജ് വരണം. ഇതിനുള്ളൊരു പ്രോഗ്രാമാണ് നമ്മൾ അടുത്തത് വർക്കൗട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നേരത്തെ പോലെ തന്നെ ആദ്യം നമ്മൾ #include IOStream വെച്ച് സ്റ്റാർട്ട് ചെയ്യും. അടുത്ത സ്റ്റെപ്പ് വേരിയബിൾ ഡിക്ലറേഷൻ ആണ്. ഇവിടെ എന്താണ് നമുക്ക് ഇൻപുട്ട് ചെയ്യേണ്ടത്? വി ഹാവ് ടു ഇൻപുട്ട് എ ക്യാരക്ടർ. ഒരു ക്യാരക്ടറാണ് ഇൻപുട്ട് ചെയ്യുന്നത്. അപ്പോൾ ഡാറ്റ ടൈപ്പ് എന്തായിരിക്കും? ഇൻറ്റിജർ ആയിരിക്കും? അല്ല, ഡാറ്റ ടൈപ്പ് വിൽ ബി ക്യാർ. ഓക്കെ, അപ്പോൾ ക്യാർ ഡാറ്റ ടൈപ്പിൽ പെട്ട ഒരു വേരിയബിൾ ആണ് നമുക്കിവിടെ ഡിക്ലെയർ ചെയ്യുന്നത്. സോ ക്യാർ CH എന്ന് പറയുന്നത് ക്യാരക്ടർ എന്ന് പറയുന്നതിന്റെ ഷോർട്ട് ഫോം. ക്യാർ CH എന്നുള്ള ഡിക്ലറേഷൻ കൊടുത്തു. ഇനി CH എന്ന് പറയുന്ന ഈ വേരിയബിളിലേക്ക് ഒരു ക്യാരക്ടർ ഇൻപുട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിനുള്ള പ്രോംപ്റ്റ് മെസ്സേജ് Coutഉം Cനും ആണ് നെക്സ്റ്റ് കൊടുക്കേണ്ടത്.
സി ഔട്ട് എൻ്റർ എ ക്യാരക്ടർ. സി ഇൻ സി എച്ച്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഇപ്പൊ സി എച്ചിൽ എന്തൊക്കെ ആവാം? നമ്മൾ കീബോർഡിൽ ഏതൊരു ക്യാരക്ടർ ഇൻപുട്ട് ചെയ്യും, അത് ചിലപ്പോൾ ഒരു അപ്പർ കേസ് ആൽഫബറ്റ് ആവാം, അല്ലെങ്കിൽ ലോവർ കേസ് ആൽഫബറ്റ് ആവാം, അല്ലെങ്കിൽ ഒരു ഡിജിറ്റ് ആവാം, അതും അല്ലെങ്കിൽ മറ്റേതൊരു ക്യാരക്ടർ ആവാം. അപ്പോൾ അത് ഇനി ചെക്ക് ചെയ്യണം, കണ്ടീഷൻ ചെക്ക് ചെയ്യണം. കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ മീൻസ് നമ്മൾ ഏത് ഉപയോഗിക്കണം? ഇഫ് ഉപയോഗിക്കണം. അപ്പോൾ ഇഫിൻ്റെ രണ്ട് ഫോംസ് ആണ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ എക്സാമ്പിൾ നോക്കിയത്. ഒന്ന് സിമ്പിൾ ഇഫ്, രണ്ട് ഇഫ് എൽസ്. അത് ഉപയോഗിക്കുന്ന എപ്പോഴാണ്? ആകെ ഒരു കണ്ടീഷനെ ചെക്ക് ചെയ്യേണ്ടതുള്ളൂ എന്നുള്ളപ്പോഴാണ്. ഒറ്റൊരു കണ്ടീഷൻ നമുക്ക് ആവശ്യമുണ്ട്. ആ കണ്ടീഷൻ രണ്ട് പോസിബിലിറ്റീസ് ഉണ്ടല്ലോ, ഒന്നുകിൽ ട്രൂ അല്ലെങ്കിൽ ഫാൾസ്. ട്രൂ ആകുമ്പോൾ എന്നത് ചെയ്യണം, ഫാൾസ് ആകുമ്പോൾ എന്നത് ചെയ്യണം. ആ സിറ്റുവേഷനിൽ നമ്മൾ ഇഫ് എൽസ് ഉപയോഗിക്കുന്നു. ഇനി ട്രൂ ആകുമ്പോൾ മാത്രം ചെയ്താൽ മതി, ഫാൾസ് ആകുമ്പോൾ ഒന്നും ചെയ്യണ്ട. അപ്പോൾ സിമ്പിൾ ഇഫ് മതി. ഇതിൽ അങ്ങനെയല്ല. ഇതിൽ നമുക്ക് എന്തൊക്കെ ചെക്ക് ചെയ്യണം? ഈ സി എച്ചിലുള്ള വാല്യൂ ആൽഫബറ്റ് ആണോ ചെക്ക് ചെയ്യണം, അപ്പർ കേസ് ആൽഫബറ്റ് ആണോ, അതാണ് ആദ്യത്തെ ചെക്കിങ്. അതും അല്ലെങ്കിൽ ലോവർ കേസ് ആൽഫബറ്റ് ആണോ ചെക്ക് ചെയ്യണം, അത് രണ്ടാമത്തെ ചെക്കിങ്. ഇനി അതും അല്ലെങ്കിൽ ഡിജിറ്റ് ആണോ ചെക്ക് ചെയ്യണം, മൂന്നാമത്തെ ചെക്കിങ്. അപ്പോൾ തന്നെ ക്രോസ് ചെയ്തു അല്ലേ? നേരത്തെ നമുക്ക് ഇഫ് എൽസ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഒറ്റ കണ്ടീഷനെ പറ്റുള്ളൂ. അതിന്റെ ഇഫ് ഒന്നുകിൽ ട്രൂ അല്ലെങ്കിൽ ഫാൾസ്. ഇവിടെ മൂന്ന് കണ്ടീഷൻ ചെക്ക് ചെയ്യണം. പിന്നെ അതും പോരാൻ അതൊന്നും അല്ലെങ്കിൽ ഒരു അതർ ക്യാരക്ടർ ആണെന്നുള്ളതും കൊടുക്കണം. അപ്പോൾ ഇതിൽ കൂടുതൽ കണ്ടീഷൻസ് ചെക്ക് ചെയ്യാനുള്ളതായതുകൊണ്ട് നമുക്ക് ഇഫ് എൽസ് ഇവിടെ മതിയാവാതെ വരും. അപ്പോഴാണ് നമ്മൾ ഏത് ഉപയോഗിക്കുക? ഇഫ് എൽസ് ഇഫ് ലാഡർ എന്ന് പറയുന്ന ഇഫിന്റെ മൂന്നാമത്തെ ഫോം ഉപയോഗിക്കുക. അപ്പോൾ ആദ്യം നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് സി എച്ച് എന്ന് പറയുന്നത് എന്ന് പറയുന്ന വേരിയബിളിലുള്ളത് ഒരു അപ്പർ കേസ് ആൽഫബറ്റ് ആണോ അല്ലയോ എന്നുള്ളതാണ്. അപ്പർ കേസ് ആൽഫബറ്റ് ഏത് മുതലാണ് തുടങ്ങാം? അപ്പർ കേസ് ആൽഫബറ്റ് സ്റ്റാർട്ട്സ് വിത്ത് എ അല്ലേ? എ മുതലാണ് തുടങ്ങുന്നത്. ഏതുവരെ പോവും? അപ്പർ കേസ് ആൽഫബറ്റ് എൻഡ്സ് വിത്ത് സെഡ്. അപ്പോൾ ക്യാപിറ്റൽ എ മുതൽ ക്യാപിറ്റൽ സെഡ് വരെ ഉള്ളതാണ് അപ്പർ കേസ് ആൽഫബറ്റ്സ്. ഓക്കെ, ഇനി ലോവർ കേസ് ആൽഫബറ്റ്സ് നമുക്കറിയാം എ മുതൽ സെഡ് വരെ, അതായത് സ്മോൾ എ മുതൽ സ്മോൾ സെഡ് വരെ. ഡിജിറ്റ്സ് ഏത് മുതലാണ്? 0 എന്ന് തുടങ്ങും 9 വരെ അല്ലെ? ഡിജിറ്റ്സിന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 0 to 9. അപ്പൊ ഈ ഒരു റേഞ്ച് വെച്ചിട്ടാണ് നമുക്ക് കണ്ടീഷൻസ് ഉണ്ടാക്കേണ്ടത്, കണ്ടീഷൻസ് ഫ്രെയിം ചെയ്യേണ്ടത്. അപ്പൊ എങ്ങനെ വരും എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് കണ്ടീഷൻ ഇഫ് എന്ന് വെച്ച് സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ കണ്ടീഷൻ എഴുതാം. കണ്ടീഷൻ എങ്ങനെ എഴുതാം? സി എച്ചിലുള്ള വാല്യൂ ആയിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്. സി എച്ചിൽ എന്തും ആവാം. അപ്പൊ സി എച്ചിലുള്ള വാല്യൂ ക്യാപിറ്റൽ എയുടെയും ക്യാപിറ്റൽ സെഡിന്റെയും ഇടയ്ക്കുള്ള ഒരു വാല്യൂ ആണോ എന്ന് നോക്കണം. വെദർ ദ വേരിയബിൾ സി എച്ച് കണ്ടെയ്ൻസ് എ വാല്യൂ വിച്ച് ഇസ് ഇൻ ദ റേഞ്ച് ക്യാപിറ്റൽ എ ടു ക്യാപിറ്റൽ സെഡ് അല്ലെ? അപ്പോൾ ഇവിടെ നമ്മളൊരു റിലേഷണൽ എക്സ്പ്രഷൻ ആണ് എഴുതാൻ പോകുന്നത്. ശ്രദ്ധിക്കാട്ടോ, റിലേഷണൽ എക്സ്പ്രഷൻ ആണ് ഇവിടെ നമ്മൾ എഴുതാൻ പോകുന്നത്. if ch greater than or equal to capital A, അതായത് സി എച്ചിന്റെ വാല്യൂ ക്യാപിറ്റൽ എ ആണോ അതോ ക്യാപിറ്റൽ എനേക്കാളും വലിയൊരു വാല്യൂ ആണോ? ക്യാപിറ്റൽ എയേക്കാളും വലിയ വാല്യൂ എന്ന് വെച്ചാൽ ഏതൊക്കെ ആവാം? ബി ആവാം, സി ആവാം, ഡി ആവാം, സെഡ് വരെയുള്ള ഏത് വാല്യൂ വരെ ആവാം. അപ്പോൾ സി എച്ചിലുള്ള വാല്യൂ എയോ അല്ലെങ്കിൽ എനേക്കാളും വലുതായിട്ടുള്ള ഏതെങ്കിലും ഒരു ആൽഫബറ്റ് ആണോ എന്നാണ് ഇതിന്റെ മീനിങ്. ഇനി അതങ്ങനെ അനന്തമായിട്ട് പോകാൻ പറ്റില്ല. ഏതാണ് ലാസ്റ്റ് ആൽഫബറ്റ്? സെഡ് അല്ലേ? അപ്പൊ സെഡിന്റെ താഴെ ആവും വേണം. ദാറ്റ് മീൻസ് എയുടെ സെഡിന്റെയും ഇടയ്ക്കുള്ള ഒരു വാല്യൂ ആണ്. അപ്പൊ നമ്മൾ രണ്ടാമതൊരു കണ്ടീഷൻ കൂടി കൊടുക്കും. സി എച്ച് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ സെഡ്. ക്ലിയർ ആയോ? ഇഫ് സി എച്ച് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ, സി എച്ച് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സെഡ്. അപ്പോൾ സി എച്ചിന്റെ വാല്യൂ എനേക്കാളും കൂടുതലോ അല്ലെങ്കിൽ എയുടെ ഈക്വലോ ആണോ? അതാണ് ഒന്നാമത്തെ ചോദ്യം. സി എച്ചിന്റെ വാല്യൂ സെഡിനേക്കാളും താഴെ അല്ലെങ്കിൽ സെഡിനോട് ഈക്വൽ ആണോ? അതാണ് രണ്ടാമത്തെ ചോദ്യം. ഈ രണ്ട് എക്സ്പ്രഷൻസും കൂടി നമുക്ക് കമ്പൈൻ ചെയ്യണം. അപ്പോൾ നമ്മൾ എക്സ്പ്രഷൻസ് പഠിച്ച സമയത്ത് പഠിച്ചതാണ്. ഇതൊരു റിലേഷണൽ എക്സ്പ്രഷൻ ആണ്, ഇതും ഒരു റിലേഷണൽ എക്സ്പ്രഷൻ ആണ്. ബിക്കോസ് ഇവിടെ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ആണ് വന്നിട്ടുള്ളത്.
അല്ലെ? ഈ രണ്ട് റിലേഷണൽ എക്സ്പ്രഷൻസിനെയും കൂടി കമ്പൈൻ ചെയ്യണമെങ്കിൽ വി ഹാവ് ടു യൂസ് എ ലോജിക്കൽ ഓപ്പറേറ്റർ. ഏതൊക്കെയാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്? ലോജിക്കൽ ആൻഡ് ഉണ്ട്, ലോജിക്കൽ ഓർ ഉണ്ട്, ലോജിക്കൽ നോട്ട് ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ലോജിക്കൽ ഓപ്പറേറ്റർ ഏതാണ്? ഈ കണ്ടീഷനും ട്രൂ ആവണം, ഈ കണ്ടീഷനും ട്രൂ ആവണം. ഇത് രണ്ടും ട്രൂ ആവുമ്പോൾ മാത്രം റിസൾട്ട് ട്രൂ ആവാം. അല്ലാതെ ഏതെങ്കിലും ഒന്ന് ട്രൂ ആയാൽ റിസൾട്ട് ട്രൂ ആവരുത്. രണ്ടും ട്രൂ ആയാൽ മാത്രമേ റിസൾട്ട് ട്രൂ ആവാൻ പാടുള്ളൂ. അങ്ങനത്തെ ഒരു ഓപ്പറേറ്റർ ഏതാണ് ഈ മൂന്നെണ്ണത്തിൽ? നമുക്കറിയാം, അത് ലോജിക്കൽ ആൻഡ് എന്ന് പറയുന്ന ഓപ്പറേറ്ററാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിനിടയ്ക്ക് ലോജിക്കൽ ആൻഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്യാം. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഈ സി എച്ചിലുള്ള വാല്യൂ ഗ്രേറ്റർ ദാൻ എ ആണോ എന്നുള്ള ചോദ്യമാണ്. സി എച്ചിലുള്ള വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സെഡ് ആണോ? ഇതും ട്രൂ ആണോ, ഇതും ട്രൂ ആണോ? ഇത് രണ്ടും ട്രൂ ആവുമ്പോഴേ റിസൾട്ട് എന്താവും? ട്രൂ ആവും. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ട്രൂ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം സി എച്ച് എന്ന് പറയുന്ന വേരിയബിളിൽ ഹോൾഡ് ചെയ്യുന്ന വാല്യൂ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ആൻ അപ്പർ കേസ് ലെറ്റർ. അപ്പോൾ നമുക്കിവിടെ മെസ്സേജ് കൊടുക്കാം, സി ഔട്ട് അപ്പർ കേസ് alphabet, uppercase alphabet. Okay, so condition ഒന്നുകൂടി നോക്കാം. If ch greater than or equal to a and ch less than or equal to z, c out uppercase alphabet. Suppose നമ്മൾ ch ലേക്ക് ഇൻപുട്ട് ചെയ്ത വാല്യൂ b ആണെന്ന് വിചാരിക്കാം. b എന്ന് പറയുന്ന ലെറ്റർ ആണ് നമ്മൾ കീബോർഡിൽ ടൈപ്പ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ലെറ്റർ ബി എന്ന് പറയുന്ന ലെറ്റർ ഇവിടെ സി എച്ചിലുണ്ട്, ഇവിടെ കമ്പയർ ചെയ്യണം. ഇവിടെ ഇതിൽ ബി ആണുള്ളത്, ഇവിടെ എയും ഉണ്ട്. ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ എന്ന് വെച്ചാൽ ബി എന്ന് പറയുന്ന ആൽഫബറ്റ് എ എന്ന് പറയുന്ന ആൽഫബറ്റിനേക്കാളും വലുതാണോ? വലുത് മീൻസ് ഇവിടെ ഇതിന് രണ്ടിനെയും കൂടി ചെക്ക് ചെയ്യുന്നത് ഇതിൻ്റെ ആസ്കി കോഡ് വെച്ചിട്ടാണ്. ആസ്കി കോഡ് നിങ്ങൾ പഠിച്ചാലേ, ആസ്കി നമ്പർ സിസ്റ്റംസിൽ കഴിഞ്ഞ വർഷം പഠിച്ചാലേ. അപ്പോൾ ഓരോ ലെറ്ററിനും അല്ലെങ്കിൽ ഓരോ ക്യാരക്ടറിനും എന്തുണ്ട്? ആസ്കി കോഡ് ഉണ്ട്. അപ്പോൾ എയുടെ ആസ്കി കോഡും ബിയുടെ ആസ്കി കോഡും കൂടി തമ്മിൽ കമ്പയർ ചെയ്യണം. ക്യാപിറ്റൽ എയുടെ ആസ്കി കോഡ് എത്രയാണ്? ക്യാപിറ്റൽ എ ഈസ് ഹാവിംഗ് ദ ആസ്കി കോഡ് 65. ക്യാപിറ്റൽ ബി എന്ന് പറയുന്നതിന്റെ ആസ്കി കോഡ് എത്രയാണ്? 66 ആണ്. ഇതിൽ ഏതാ വലുത്? ബിയുടെ ആസ്കി കോഡല്ലേ വലുത്. അപ്പോൾ ഇവിടെ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ എന്ന് കൊടുത്താൽ പോലും എങ്ങനെ ചെക്ക് ചെയ്യുന്നത്? 65 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 66. അതാണ് കമ്പയർ ചെയ്യുമ്പോൾ നമ്പർ വെച്ചിട്ട് തന്നെയാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഈ കണ്ടീഷൻ ട്രൂ ആണ് അല്ലേ? ഈ കണ്ടീഷൻ ട്രൂ ആണ്. ഇനി ഇവിടെ സി എച്ചിൽ ഇപ്പോൾ ബി തന്നെയാണ് ഉള്ളത്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു സെഡ്. സെഡിന്റെ ആസ്കി കോഡ് എന്ന് പറയുന്നത് ഒരു 96 97 ആണ്, കൃത്യമായിട്ട് ഓർമ്മയില്ല. എന്തായാലും ഈ ഒരു റേഞ്ചിലുള്ള വാല്യൂ ആണ്. അപ്പോൾ ഇവിടെ നോക്കി നോക്കൂ, ഇപ്പൊ കമ്പയർ ചെയ്യുന്ന ഏതൊക്കെ തമ്മിലാണ്? ബിയും സെഡും തമ്മിലാണ് കമ്പയർ ചെയ്യുന്നത്. അതായത് ഇവിടെ 66 വരും, ഇവിടെ 96 വരും. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 66 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 96. ആസ്കി കോഡുകൾ തമ്മിലാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പൊ ശരിയാണ്, 66 96-നെക്കാളും ചെറുതല്ലേ? അപ്പൊ ഈ കണ്ടീഷനും ട്രൂ ആണ്. അപ്പോൾ ഇവിടെ ഈ കണ്ടീഷനും ട്രൂ ആണ്, ഈ കണ്ടീഷനും ട്രൂ ആണ്. ഇത് രണ്ടും ട്രൂ ആയതുകൊണ്ട് ഈ ഇതിന്റെ താഴെയുള്ള സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ടഡ് ആവും. ഓക്കെ, മനസ്സിലായോ? ലോജിക്ക് മനസ്സിലായോ? അപ്പോൾ ഇതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. ഓക്കെ, ഇനി നമ്മൾ ഇൻപുട്ട് ചെയ്യാൻ പോകുന്ന വാല്യൂ സ്മോൾ ബി ആണെന്ന് വിചാരിക്കാം. സ്മോൾ ബി ആണ് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന വാല്യൂ. സ്മോൾ ബി എന്ന് വെച്ചാൽ അതിന്റെ ആസ്കി കോഡ് ഒരു 98 ഒക്കെ ആണെന്ന് വിചാരിക്കാം. ജസ്റ്റ് അസ്യൂം ദാറ്റ് ആ ഒരു റേഞ്ചിൽ വരുന്ന ഒരു വാല്യൂ ആണ്. അപ്പോ ഇവിടെ എന്താണ്? ഇവിടെ 98 വരും, കാരണം ബി ആണ് ഇവിടെ, സി എച്ചിലുള്ള ബി ആയതുകൊണ്ട് 98. ഇവിടെ എന്താ വരിക? ഇവിടെ 65 തന്നെയാണ് വരിക. ദാറ്റ് ഈസ് 98 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 65. ഇത് ട്രൂ ആണ്. ഇവിടെ 98 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 96, സോറി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 96. ഇത് ഫാൾസ് അല്ലേ?
കാരണം 98 96-നേക്കാളും വലുതാണ്. അപ്പോൾ ഇത് ട്രൂ ആണ്, പക്ഷെ ഇത് ഫാൾസ് ആണ്. ആൻഡിന്റെ പ്രത്യേകത എന്താണ്? ആൻഡ് ട്രൂ ആവണമെങ്കിൽ ഇതും ട്രൂ ആവണം, ഇതും ട്രൂ ആവണം, അല്ലെ? അപ്പോൾ ഇത് ട്രൂ ആണ്, പക്ഷെ ഇത് ഫാൾസ് ആണ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യില്ല. അപ്പോൾ നമുക്ക് എന്ത് വേണം? ഇതിന്റെ അടുത്തൊരു ഇത് എഴുതണം, എൽസ് ഇഫ്. അപ്പോൾ നമുക്കറിയാം, ഇപ്പൊ നമ്മൾ ഇൻപുട്ട് ചെയ്ത വാല്യൂ ബി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ലോവർ കേസ് ആൽഫബറ്റ്, അല്ലെ? അതൊരു ലോവർ കേസ് ആൽഫബറ്റ് ആണ്, സ്മോൾ ലെറ്റർ ആണ്. അപ്പൊ അത് ഹാൻഡിൽ ചെയ്യുന്ന ഒരു കേസ് എഴുതുക, ഇതേപോലെ തന്നെ ഒരു കേസ് എഴുതുക. അപ്പോൾ നമ്മൾ എഴുതിയ അതേപോലെ തന്നെ ഒരു കേസ്. എങ്ങനെ എഴുതാം? എൽസ് ഇഫ് CH ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സ്മോൾ എ. ഈ ക്യാപിറ്റൽ എക്ക് വരെ ഇവിടെ സ്മോൾ എ വരുന്നുള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. ആൻഡ് CH ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്മോൾ z. CH ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സ്മോൾ എ ആൻഡ് CH ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്മോൾ z. അങ്ങനെയാണെങ്കിൽ എന്താണ്? ഇത് ഒരു ലോവർ കേസ് ആൽഫബറ്റ് ആണ്. ഓക്കെ, ഒരു ലോവർ കേസ് ആൽഫബറ്റ് ആണ്, ശരിയല്ലേ? അപ്പൊ ഇവിടുന്ന് ഇത് ഫാൾസ് ആണെങ്കിൽ നേരെ ഇവിടേക്ക് വന്നു. ഇവിടെ ചെക്ക് ചെയ്യുമ്പോൾ എന്താണ് നോക്കി നോക്കുക. നേരത്തെ നമ്മൾ ഇതാക്കിയ വാല്യൂ 98 ആണ്, ഇവിടെ ഇതിലുള്ള വാല്യൂ 98. അപ്പൊ നമ്മൾ ഇൻപുട്ട് ചെയ്ത വാല്യൂ സ്മോൾ എ എന്ന് പറയുമ്പോൾ അതിന്റെ വാല്യൂ 97 ആവുമല്ലോ, കാരണം ബി ആണ് ഇതിലുള്ളത് സ്മോൾ എ. 98 ഗ്രേറ്റർ ദാൻ 97 കറക്റ്റ് ആണ്. ഇനി ഇവിടെ 98 തന്നെ ഉണ്ട്, ഇവിടെ Z ആണ്. സെഡിന്റെ വാല്യൂ എന്ന് വെച്ചാൽ അതൊരു 100 and something വരിക. ഓക്കെ, ഒരു സേ ഫോർ എക്സാമ്പിൾ ഒരു 116 കൊടുക്കാം. അപ്പോൾ ഇത് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ 98 is less than 116 ട്രൂ ആണ്. അപ്പോൾ ഇവിടെ ട്രൂ ആണ്, ഇവിടെ ട്രൂ ആണ്. ഇത് രണ്ടും ട്രൂ ആയതുകൊണ്ട് അതൊരു ലോവർ കേസ് ആൽഫബറ്റ് ആയിട്ട് പ്രിന്റ് ചെയ്യും. ക്ലിയർ ആയോ? അപ്പോൾ ഇങ്ങനെ ഓരോ ആൽഫബറ്റിന്റെയും ആസ്കി കോഡ് വെച്ചിട്ടാണ് ഇവിടെ കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ ചെക്കിങ് ഏതാണ്? അടുത്ത അടുത്തൊരു ഡിജിറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ ഇതേ സ്റ്റൈലിൽ തന്നെ നമ്മൾ എഴുതുകയാണെങ്കിൽ എങ്ങനെ എഴുതും? ഇതേ സ്റ്റൈലിൽ തന്നെ എഴുതുകയാണെങ്കിൽ അടുത്തത് ഇതേപോലെ തന്നെ എൽസ് ഇഫ്. നെക്സ്റ്റ് എൽസ് ഇഫ്. എൽസ് ഇഫ് CH ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 മുതൽ 9 വരെ അല്ലേ ഡിജിറ്റ്സ് വരുന്നത്? CH ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് CH ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9. ഓക്കെ, CH ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് CH ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9. അങ്ങനെയാണെങ്കിൽ Cout എന്താ വരിക? ഡിജിറ്റ് എന്ന് വരും. Cout ഡിജിറ്റ്. 0ന്റെ 9ന്റെ ഇടയ്ക്കുള്ള ഏതെങ്കിലും ഒരു ക്യാരക്ടറാണ്, ഒരു നമ്പറാണ് നമ്മൾ ഇൻപുട്ട് ചെയ്തെന്നുണ്ടെങ്കിൽ അത് ഇവിടെ കമ്പയർ ചെയ്യും. അതിന്റെ ആസ്കി കോഡ് വെച്ച് കമ്പയർ ചെയ്യും. ഇപ്പൊ ഇവിടെ പറഞ്ഞ പോലെ ആസ്കി കോഡ് വെച്ച് കമ്പയർ ചെയ്ത് ഇത് രണ്ടും ട്രൂ ആണെങ്കിൽ, കാരണം 0ന്റെ 9ന്റെ ഇടയ്ക്ക് ഒരു നമ്പർ എന്ന് പറഞ്ഞാൽ ഇതും ട്രൂ ആയിരിക്കും, ഇതും ട്രൂ ആയിരിക്കും, സ്വാഭാവികമായിട്ടും ട്രൂ ആണല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഡിജിറ്റ് എന്നുള്ളത് പ്രിന്റ് ചെയ്യും. ഇനി ഇതൊന്നുമല്ലെങ്കിൽ ലാസ്റ്റ് ഒരു എൽസ്. അപ്പൊ എന്താണെന്ന് പറഞ്ഞിട്ടുള്ളത്? ലോവർ കേസ് ആൽഫബറ്റ് അല്ല, അപ്പർ കേസ് ആൽഫബറ്റ് അല്ല, നമ്പറും അല്ല. അപ്പൊ പിന്നെ ആ ക്യാരക്ടർ എന്തായിരിക്കും? ഇറ്റ് ഈസ് എനി അതർ ക്യാരക്ടർ അല്ലെ? അപ്പൊ ഇവിടെ എൽസ് Cout അതർ ക്യാരക്ടർ, ഇവിടെ ക്ലോസ് ചെയ്യാം. റിട്ടേൺ 0 ക്ലോസ്. ഇതാണ് ഈ പ്രോഗ്രാം. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്തത് ഇഫ് എൽസ് അങ്ങനെ ഇഫിന്റെ എൽസ് ഇഫ് ലാഡർ എന്നുള്ള കേസാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്തത്. ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ നമ്മൾ 3 ഫോംസും കണ്ടു. സിമ്പിൾ ഇഫ് കഴിഞ്ഞു, ഇഫ് എൽസ് കഴിഞ്ഞു, ഇഫ് എൽസ് ഇഫ് ലാഡറും കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് ഏതാണ്? സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ സ്വിച്ച് സ്റ്റേറ്റ്മെന്റിന്റെ ഒരു ചെറിയൊരു എക്സാമ്പിൾ ആണ് ഇപ്പോൾ ഇവിടെ നോക്കുന്നത്. അത് എക്സാമ്പിൾ ഇതാണ്.
എ ബി സി ഡി 4 ലെറ്റേഴ്സ്. എ എന്ന് പറയുന്ന ആൽഫബറ്റ് നമ്മൾ ഇൻപുട്ട് ചെയ്താൽ, പ്രോഗ്രാമിലേക്ക് ഇൻപുട്ട് ചെയ്താൽ അബാക്കസ് എന്ന് പ്രിന്റ് ചെയ്യണം. ബി ഇൻപുട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബൈനറി എന്ന് പ്രിന്റ് ചെയ്യണം. സി ഇൻപുട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യണം? കമ്പ്യൂട്ടർ എന്ന് പ്രിന്റ് ചെയ്യണം. ഡി ഇൻപുട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡീബഗിംഗ് എന്ന് പ്രിന്റ് ചെയ്യണം. അപ്പൊ ഇങ്ങനെ 4 ലെറ്റേഴ്സ് ഇൻപുട്ട് ചെയ്യുന്നു. അതിൽ എല്ലാം കൂടി ഒന്നിച്ചല്ല, ഏതെങ്കിലും ഒന്ന് ഇൻപുട്ട് ചെയ്യും. ഇതിൽ ഒന്നുകിൽ എ ഇൻപുട്ട് ചെയ്യും. എ ഇൻപുട്ട് ചെയ്യണമെങ്കിൽ അബാക്കസ് എന്ന് പ്രിന്റ് ചെയ്യണം. ബി ഇൻപുട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബൈനറി എന്ന് പ്രിന്റ് ചെയ്യണം. സി ഇൻപുട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ. ഡി ആണെങ്കിൽ ഡീബഗിംഗ്. ഇതൊക്കെ നിങ്ങൾക്ക് ഫെമിലിയർ ആയ ടേംസ് തന്നെയാണ്, കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള വാക്കുകളാണ്. അപ്പോൾ സ്വിച്ച് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി ചെറിയൊരു എക്സാമ്പിൾ അത്രേ ഉള്ളൂ. സ്വിച്ചിന്റെ സിന്റാക്സ് ഒക്കെ ഓർമ്മല്ലേ? സ്വിച്ച് ബ്രാക്കറ്റിൽ എക്സ്പ്രഷൻ കൊടുക്കും. കേസ് 1, കേസ് 2, കേസ് 3. അപ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെ ഉള്ളിൽ ചെയ്ത് കൊടുക്കണം, ബ്രേക്ക് കൊടുക്കണം. അപ്പോൾ ആ രീതിയിൽ നമുക്കൊരു പ്രോഗ്രാം ഡെവലപ്പ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ ഒരു വേരിയബിൾ മതി. എ ബി സി ഓർ ഡി ഏതെങ്കിലും ഒരു ആൽഫബറ്റ് അല്ലേ ഒരു സമയത്ത് ഉപയോഗിക്കുള്ളൂ. ഒരു ആൽഫബറ്റ് അല്ലേ എൻ്റർ ചെയ്യുള്ളൂ. അപ്പോൾ ഒരൊറ്റ വേരിയബിൾ. ആ വേരിയബിളിൻ്റെ ഡാറ്റ ടൈപ്പ് എന്തായിരിക്കും? അതിൽ വരുന്നത് ഒന്നുകിൽ ക്യാപിറ്റൽ എ ആയിരിക്കും, അല്ലെങ്കിൽ ക്യാപിറ്റൽ ബി ആയിരിക്കും, അല്ലെങ്കിൽ ക്യാപിറ്റൽ സി, അല്ലെങ്കിൽ ക്യാപിറ്റൽ ടി. ആൽഫബറ്റ് ആണ്. അപ്പോൾ വാട്ട് ഇസ് ദ ഡാറ്റ ടൈപ്പ്? കഴിഞ്ഞ എക്സാമ്പിൾ ചെയ്ത മാതിരി ഡാറ്റ ടൈപ്പ് ഈസ് ക്യാർ അല്ലേ? ക്യാർ ഡാറ്റ ടൈപ്പ്, ക്യാർ സി എച്ച്. കഴിഞ്ഞ എക്സാമ്പിൾ ഉപയോഗിച്ച അതേ വേരിയബിൾ തന്നെ, ക്യാർ സി എച്ച്. സോ അതേപോലെ തന്നെ സി ഔട്ട് എൻ്റർ എ ബി സി ഓർ ഡി. എന്താ മെസ്സേജ്? എ അല്ലെങ്കിൽ ബി അല്ലെങ്കിൽ സി അല്ലെങ്കിൽ ഡി ഇതിലേതെങ്കിലും ഒരു ലെറ്റർ ഇൻപുട്ട് ചെയ്യാൻ പറയുക. അപ്പോൾ അത് സ്റ്റോർ ചെയ്യണ്ടേ? സ്റ്റോർ ചെയ്യാനുള്ള കമാൻഡ് സി ഇൻ സി എച്ച്. അപ്പോൾ സി എച്ച് എന്ന് പറയുന്ന ഈ വേരിയബിളിലേക്ക് എന്താണോ നമ്മൾ കീബോർഡ് വഴി ഇൻപുട്ട് ചെയ്തത് ആ ക്യാരക്ടർ സ്റ്റോർ ചെയ്യും. അതെന്തൊക്കെ ആവാം? ഒന്നുകിൽ എ ആവാം, അല്ലെങ്കിൽ ബി ആവാം, അല്ലെങ്കിൽ സി ആവാം, അല്ലെങ്കിൽ ഡി ആവാം. ഇതിലേതെങ്കിലും ഒരു ലെറ്റർ ആവാം. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് സ്വിച്ച് എന്നുള്ള എക്സ്പ്രഷൻ എഴുതേണ്ടത്, സ്വിച്ച് കമാൻഡ് എഴുതേണ്ടത്. അപ്പോൾ അതിൻ്റെ സിൻടാക്സ് ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. സ്റ്റാർട്ട് ചെയ്യുന്നത് സ്വിച്ച് എന്ന് പറയുന്ന ഒരു കീവേഡ് വെച്ചിട്ടാണ്. സ്വിച്ച് ഇസ് എ കീവേഡ്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഇവിടെ നമ്മളൊരു വേരിയബിളോ അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷനോ ആണ് കൊടുക്കുക. എന്താണോ കമ്പയർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തിൻ്റെ വാല്യൂ വെച്ചിട്ടാണോ കമ്പയർ ചെയ്യേണ്ടത്, അതാണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഈ സി എച്ച് എന്ന് പറയുന്ന വേരിയബിളിനുള്ളിലാണ് വാല്യൂ ഇരിക്കുന്നത്. എ ബി സി ഓർ ഡി ഇതിലേതെങ്കിലും ഒന്ന് ഇരിക്കുന്നത് എവിടെയാണ്? സി എച്ചിലാണ്. അപ്പോൾ നമ്മളിവിടെ എന്താ എഴുതേണ്ടത്? കമ്പയർ ചെയ്യേണ്ട വേരിയബിൾ ഏതാണ്? സി എച്ച്. അപ്പോൾ ബ്രാക്കറ്റ്സിൽ സി എച്ച് എഴുതി. ഓക്കെ, ദെൻ കേളി ബ്രേസ് ഓപ്പൺ ചെയ്യുക. ഇതാണ് സ്വിച്ചിൻ്റെ ജനറൽ ഫോമാറ്റ്. കേളി ബ്രേസ് ഓപ്പൺ ചെയ്തു. ഇനി ഓരോ കേസുകളായിട്ട് എഴുതണം. ആദ്യത്തെ കേസ് ഏതാണ്? ഏറ്റവും ആദ്യം ഇതിൽ എ ആണ് എഴുതേണ്ടത്. സോ കേസ് എ. ഈ എ ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് ഇവിടെ എന്ത് വേണം? സിംഗിൾ കോട്ട്സ് ഉപയോഗിക്കണം. ഓക്കെ, അത് കഴിഞ്ഞാൽ ഒരു കോളൻ ഇടുക. ഓക്കെ, വി ഹാവ് ടു പുട്ട് എ കോളൻ. ഇനി ഈ സി എച്ചിലുള്ള വാല്യൂ എ ആണെങ്കിൽ whether ch is equal to a, ch ഹോൾഡ് ചെയ്യുന്ന വാല്യൂ ക്യാപിറ്റൽ എ ആണെങ്കിൽ എന്താണ് പ്രിന്റ് ചെയ്യേണ്ടത്? അബാക്കസ് എന്ന് പ്രിന്റ് ചെയ്യണം. അബാക്കസ് എന്ന് ജസ്റ്റ് പ്രിന്റ് ചെയ്താൽ മതി. അപ്പൊ എങ്ങനെ എഴുതും? സി ഔട്ട് അബാക്കസ്. ഓക്കെ,
Cout abacus. അപ്പോൾ എപ്പോഴും എ ആവണമെന്നില്ല, ചിലപ്പോൾ എന്താവും ബി ആവും, അല്ലെങ്കിൽ സി ആവും, അല്ലെങ്കിൽ ഡി ആവും. അപ്പം ഞാൻ അതിനുള്ള കേസസ് ഉണ്ട്. അപ്പോൾ ആ കേസിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം എന്ത് വേണം, ഇവിടെ ബ്രേക്ക് എന്ന് പറയുന്ന ഒരു കമാൻഡ് കൊടുക്കണം. ഓക്കെ, ഈ ബ്രേക്ക് എന്തിനാണ് കൊടുക്കുന്നത്? ഈ Cout abacus എന്നുള്ളത് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത കേസിലേക്ക് പോകരുത്. കാരണം നമുക്കിവിടെ മാച്ചിങ് കിട്ടിക്കഴിഞ്ഞു. മാച്ചിങ് കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രത്യേക കേസിലുള്ള സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുക. പിന്നെ നേരെ ഈ സ്വിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ അതിന്റെ ക്ലോസിംഗ് ഉണ്ടാവും. ഈ കേളി ബ്രേസ് ഇവിടെ ക്ലോസ് ചെയ്യും. ആ ക്ലോസ് ചെയ്ത കേളി ബ്രേസിലേക്ക് നേരിട്ട് ജമ്പ് ചെയ്യണം. ഓക്കെ, അതിനു വേണ്ടിയാണ് ഇവിടെ ബ്രേക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇനി അടുത്ത കേസ് എഴുതാം. കേസ് ബി. കേസ് ബി എന്ന് വെച്ചാൽ എന്താ പ്രിന്റ് ചെയ്യേണ്ടത്? Cout binary, again break, then case C, Cout computer, break, case D, ഡീബഗിങ്. അപ്പൊ എയും ബിയും സിയും ഡിയും ആയി. സോറി, ഇവിടെ ക്യാപിറ്റൽ ഡി ആണ് കേട്ടോ, സ്മോൾ ഡി അല്ല, ക്യാപിറ്റൽ ഡി ആണ്. അപ്പോ ഇനി എയും ബിയും സിയും ഡിയും അല്ലാത്തൊരു ആൽഫബറ്റ് ഇപ്പോൾ ഒരാൾ ടൈപ്പ് ചെയ്തെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിലൊന്നും മാച്ചിങ് കിട്ടില്ല. CHൽ ഇപ്പോൾ സപ്പോസ് CHൽ ഒരാൾ ഇൻപുട്ട് ചെയ്തത് എസ് എന്നുള്ള ക്യാരക്ടറാണ്, എസ്. അപ്പോൾ എസ് ആദ്യം എന്ത് ചെയ്തു? CHലുള്ള എസ് ഈ എയുമായിട്ട് ഈക്വൽ ആണ് നോക്കി, ആണോ? അല്ല. അപ്പോൾ അടുത്തേക്ക് പോയി കേസ് ബിയുമായിട്ട് ഈക്വൽ ആണ് നോക്കി, അതുമല്ല. സിയുമായിട്ട് ഈക്വൽ ആണ് നോക്കി, അതുമല്ല. ഡിയുമായിട്ട് ഈക്വൽ ആണ് നോക്കി, അതുമല്ല. അപ്പോ പിന്നെ ഒന്നും നമ്മളിവിടെ എഴുതിയിട്ടില്ലെങ്കിൽ സ്ക്രീനിൽ അങ്ങനെ വെറുതെ ബ്ലാങ്ക് ആയി നിൽക്കും. ശരിക്കും ഇതൊരു റോങ് ഇൻപുട്ട് അല്ലേ? നമ്മളിവിടെ ആദ്യം തന്നെ പറയുന്നുണ്ട് എൻ്റർ എ ബി സി ഓർ ഡി. ഈ 4 ലെറ്റേഴ്സിൽ ഏതെങ്കിലും ഒന്നേ ഇൻപുട്ട് ചെയ്യാൻ പാടുള്ളൂ എന്ന് ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒരാൾ ഇത് റൺ ചെയ്തപ്പോൾ ഇത് 4 അല്ലാത്തൊരു ലെറ്റർ കൊടുത്തു, ഇൻപുട്ട് ചെയ്തു. അതൊരു തെറ്റായ ഇൻപുട്ടാണ് അല്ലേ? അപ്പോൾ ആ ഒരു മെസ്സേജ് നമ്മളിവിടെ കൊടുക്കണം. അതിനുള്ള കേസ് ഏതാണ്? അതിനുള്ള കേസാണ് ഡീഫോൾട്ട് എന്ന് പറയുന്നത്. അതായത് ഈ പറയുന്ന സ്വിച്ചിൽ കൊടുത്ത എക്സ്പ്രഷൻ ഈ ഒരു കേസുമായിട്ട് മാച്ച് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ എക്സിക്യൂട്ട് ചെയ്യേണ്ട കേസാണ്, അല്ലെങ്കിൽ പിന്നെ എക്സിക്യൂട്ട് ചെയ്യേണ്ട സിറ്റുവേഷൻ ആണ് ഡീഫോൾട്ട്. അപ്പോൾ ഇവിടെ ഡീഫോൾട്ട് എന്ന് കൊടുക്കുക. ഇവിടെ Cout റോങ് ഇൻപുട്ട്, റോങ് ഇൻപുട്ട്. ഇതിന്റെ താഴെ നമ്മൾ ബ്രേക്ക് എഴുതേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? ഈ ഡീഫോൾട്ടോട് കൂടി കഴിഞ്ഞു, സ്വിച്ച് കഴിഞ്ഞു. അപ്പൊ ഇനി നമ്മളവിടെ ബ്രേക്ക് എഴുതിയാലും എഴുതിയില്ലെങ്കിലും ഒരേ പോലെയാണ്. അപ്പൊ അതുകൊണ്ട് there is no need of break here. ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് ഇവിടെ നമ്മൾ എഴുതിയ ഇവിടെ ഒരു ബ്രേക്ക് മിസ്സായിട്ടുണ്ട്. ഈ ഒരു ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് ഇവിടെ എഴുതണം കേട്ടോ. കേസ് ഡി കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് എന്നുള്ളത് കൊടുക്കണം. അത് മറന്നുപോയതാണ്, നേരത്തെ എഴുതാൻ വിട്ടുപോയതാണ്. അതുപോലെ ഇവിടെ ബ്രേക്ക് എഴുതണ്ടെന്നാണ് പറയുന്നത്. ഇനി ഇവിടെ നമ്മൾ ഓപ്പൺ ചെയ്ത ഈ കേൾ ബ്രേസിൽ അതിവിടെ ക്ലോസ് ചെയ്യാം. അപ്പോൾ ഈ കേളി ബ്രേസ് ഇവിടെ ക്ലോസ് ചെയ്യും. ഇത്രയും ഭാഗമാണ് സ്വിച്ചിന്റെ ബോഡി ഓഫ് സ്വിച്ച് എന്ന് പറയുന്നത് ഇത്രയും ഭാഗമാണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ റിട്ടേൺ 0. ഈ ആദ്യം ഓപ്പൺ ചെയ്ത കേളി ബ്രേസ് ഇവിടെ ക്ലോസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ പ്രോഗ്രാം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ABCD ഈ 4 ആൽഫബറ്റ്സിൽ ഏതെങ്കിലും ഒരു ആൽഫബറ്റ് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുത്താൽ ആ ആൽഫബറ്റ് വെച്ചിട്ടുള്ള വാക്ക് പ്രിന്റ് ചെയ്യും, വേർഡ് പ്രിന്റ് ചെയ്യും. അബാക്കസ് എന്നുള്ള വേർഡ് പ്രിന്റ് ചെയ്യും. A ആണെങ്കിൽ, B ആണെങ്കിൽ ബൈനറി പ്രിന്റ് ചെയ്യും, C ആണെങ്കിൽ കമ്പ്യൂട്ടർ പ്രിന്റ് ചെയ്യും, D ആണെങ്കിൽ ഡീബഗിംഗ് പ്രിന്റ് ചെയ്യും. ഇനി ഇത് 4 അല്ലാത്ത ഒരു ലെറ്ററാണ് നമ്മൾ കൊടുത്തതെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നേരത്തെ എക്സാമ്പിൾ കൊടുത്ത S, അങ്ങനെയാണെങ്കിൽ എന്താ പ്രിന്റ് ചെയ്യാം? ഈ ഡീഫോൾട്ടാണ് അത് ഹാൻഡിൽ ചെയ്യാം, റോങ് ഇൻപുട്ട്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയി എന്ന് കരുതുന്നു.
ഇനി നമുക്ക് ഈ ഓരോ പ്രോഗ്രാമിൻ്റെയും ഡെമോൺസ്ട്രേഷൻ നോക്കാം. ഡെമോൺസ്ട്രേഷൻ വെച്ചാൽ സിസ്റ്റത്തിൽ ഈ പ്രോഗ്രാംസ് ചെയ്തിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോഴത് മുഴുവനായിട്ട് ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ നമ്മുടെ നേരത്തെ ഡിസ്കസ് ചെയ്ത 3 പ്രോഗ്രാംസിൻ്റെ ഡെമോൺസ്ട്രേഷനാണ് ഇനി നോക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ പ്രോഗ്രാം 3 CE കോഴ്സ് ഇൻപുട്ട് ചെയ്തിട്ട് അതിലെ ഏറ്റവും ബെസ്റ്റ് സ്കോർ ഇവാലുവേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ബെസ്റ്റ് സ്കോർ ഫൈൻഡ് ചെയ്യുന്ന പ്രോഗ്രാമാണ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് സിമ്പിൾ ഇഫ് ഉണ്ട്, അതുപോലെ തന്നെ ഇഫ് എൽസ് ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, പ്രോഗ്രാമിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ നേരത്തെ തന്നു. അപ്പോൾ ഇനി നമ്മളിത് ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. കമ്പൈൽ ചെയ്തു, കമ്പൈലേഷൻ ഫിനിഷ്ഡ് സക്സസ്ഫുള്ളി, എറേഴ്സ് ഒന്നുമില്ല. ഇനി അടുത്ത് ബിൽഡിൽ തന്നെ പോയിട്ട് ബിൽഡ് കൊടുത്തു. ഓക്കെ, പിന്നെ ബിൽഡിൽ എക്സിക്യൂട്ട് എന്നുള്ള മെനു. അപ്പോൾ എൻ്റർ 3 CE സ്കോഴ്സ്, 3 CE സ്കോറുകൾ എൻ്റർ ചെയ്യാനുള്ള മെസ്സേജാണ് വന്നിട്ടുള്ളത്. നമ്മൾ നേരത്തെ ഇവിടെ കൊടുത്ത അതേ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ള ആ മെസ്സേജ് തന്നെയാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്, എൻ്റർ 3 CE സ്കോഴ്സ്. അപ്പോൾ ഒന്നാമത്തെ CE സ്കോറ് 18 കൊടുത്തു, നെക്സ്റ്റ് CE സ്കോറ് 15 കൊടുത്തു, മൂന്നാമത്തെ സ്കോറ് 17 കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇനി എൻ്റർക്ക് അടിക്കുമ്പോൾ ഈ CE സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യും. CE 1ലേക്ക് ഒന്നാമത്തെ വാല്യൂ സ്റ്റോർ ചെയ്യും, CE 2ലേക്ക് 15 രണ്ടാമത്തെ സ്റ്റോർ ചെയ്യും, CE 3ലേക്ക് മൂന്നാമത്തെ 17 എന്നുള്ള വാല്യൂ സ്റ്റോർ ചെയ്യും. പിന്നെ അതിന് ശേഷമാണ് ഈ ഇഫൊക്കെ വർക്ക് ചെയ്യുക. ഇവിടെ കാണുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റ്സും എൽസും ഒക്കെ വർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് റിസൾട്ട് വരുന്നത് നോക്കാം. ബെസ്റ്റ് CE സ്കോർ ഈസ് 18. അപ്പോൾ ഈ 3 കൊടുത്ത സംഖ്യകളിൽ ബെസ്റ്റ് CE സ്കോർ ഏതാണ്? 18. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഈ പ്രോഗ്രാം ഇവിടെ കമൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ഇഫ് എൽസ് ആണ്, ഇവിടുന്ന് ഇവിടെ വരെ. പിന്നെ ഇത് സിമ്പിളിഫും, ഇതിന് എൽസ് പാർട്ട് ഇല്ലാത്തതുകൊണ്ട് സിമ്പിളിഫ് എന്നുള്ള പ്രോഗ്രാം, സിമ്പിളിഫ് ഉപയോഗിച്ചുള്ള പ്രോഗ്രാം. ഇനി നമുക്ക് അടുത്ത പ്രോഗ്രാമിലേക്ക് വരാം. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇഫ് എൽസിഫ് ലാഡറാണ്. ഇഫ് എൽസിഫ് എൽസിഫ് എൽസ് കണ്ടോ, ഇഫ് എൽസിഫ് എൽസിഫ് എൽസ്. ഇഫ് എൽസിഫ് ലാഡർ എന്ന് വിളിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഇതൊരു സ്റ്റെയർ കേസ് പോലെയാണ്. ഇവിടുന്ന് ഇങ്ങനെ നമ്മൾ സാധാരണ ഒരു കോണി കാണാറില്ലേ, ഇങ്ങനെ സ്റ്റെപ്പ് കയറി പോകുന്ന പോലെയാണ്. അതുകൊണ്ടാണ് ഇതിനെ ഇഫ് എൽസിഫ് ലാഡർ എന്ന് വിളിക്കുന്നത്. ഒരു ക്യാരക്ടർ ആദ്യം CHലേക്ക് ഇൻപുട്ട് ചെയ്യുന്നു, പിന്നെ അത് അപ്പർ കേസ് ലെറ്റർ ആണോ ലോവർ കേസ് ലെറ്റർ ആണോ ഡിജിറ്റ് ആണോ അതോ മറ്റേതെങ്കിലും ക്യാരക്ടറാണോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നു. ഇതാണ് പ്രോഗ്രാം. ഇത് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. കമ്പൈൽ, ബിൽഡ്, എക്സിക്യൂട്ട്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ആദ്യം ഇൻപുട്ട് ചെയ്യുന്നത് ഒരു ലോവർ കേസ് ആൽഫബറ്റ് ആയിക്കോട്ടെ, നമുക്കൊരു ലോവർ കേസ് ആൽഫബറ്റ് ആയിട്ടുള്ള A ഇൻപുട്ട് ചെയ്തു. ഇനി എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ എന്താണ് റിസൾട്ട് നോക്കാം. ലോവർ കേസ് ലെറ്റർ എന്ന് വന്നു ആൻസർ. ഓക്കെ, ഇനി വീണ്ടും ഇതേപോലെ ഒന്നുകൂടി എക്സിക്യൂട്ട് ചെയ്യുന്നു. ഈ പ്രാവശ്യം നമ്മളൊരു അപ്പർ കേസ് ലെറ്ററാണ് ഇൻപുട്ട് ചെയ്യാൻ പോകുന്നത്. ക്യാപിറ്റൽ ലെറ്റർ D. ഇപ്പം എന്താ വന്നത്? അപ്പർ കേസ് ലെറ്റർ എന്ന് മെസ്സേജ് വന്നു. രണ്ടാമതായിട്ട് നമ്മൾ ഒന്നുകൂടി ഇത് എക്സിക്യൂട്ട് ചെയ്യാണ്. നമ്മളൊരു ഡിജിറ്റ് എൻ്റർ ചെയ്യാണ്, 7. അപ്പോൾ എന്താ മെസ്സേജ് വരുന്നത് നോക്കാം. ഡിജിറ്റ് എന്നാണ് വരുന്നത്. ഇനി ഒന്നുകൂടി ഇപ്പോൾ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ കൊടുക്കാം നമുക്ക്. ഹാഷ് സ്പെഷ്യൽ ക്യാരക്ടറാണ്. അപ്പോൾ അതർ ക്യാരക്ടർ എന്ന് പറയുന്ന മെസ്സേജ് വരണം, അതർ ക്യാരക്ടർ. ഓക്കെ, അപ്പോൾ അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി മൂന്നാമത്തെ പ്രോഗ്രാമിലേക്ക് വരാം. ഇത് സ്വിച്ച് വെച്ചിട്ടുള്ള പ്രോഗ്രാമാണ്.
നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ തന്നെയാണ്. എ ഫോർ അബാക്കസ്, ബി ഫോർ ബൈനറി, സി ഫോർ കമ്പ്യൂട്ടർ, ഡി ഫോർ ഡീബഗിങ്. ഇതൊന്നും അല്ലാത്ത ഒന്നാണെങ്കിൽ ഇൻവാലിഡ് ഇൻപുട്ട് എന്ന് വരും. എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. കമ്പൈൽ ചെയ്തു, ബിൽഡ് ചെയ്തു, എക്സിക്യൂട്ട് ചെയ്തു. അപ്പോൾ എൻ്റർ എ ഓർ ബി ഓർ സി ഓർ ഡി, ഇതിലേതെങ്കിലും ഒരു ലെറ്റർ ഇൻപുട്ട് ചെയ്യാനാണ് പറയുന്നത്. എ ഇൻപുട്ട് ചെയ്തു. ക്യാപിറ്റൽ എ ആയിട്ട് തന്നെ ഇൻപുട്ട് ചെയ്യണം കേട്ടോ. സ്മോൾ എ കൊടുത്താൽ വർക്ക് ചെയ്യില്ല. അപ്പോൾ അബാക്കസ് എന്ന് വന്നു. ഓക്കെ, ഇനി ഒന്നുകൂടി എക്സിക്യൂട്ട് ചെയ്യാം. ക്യാപിറ്റൽ ബി ഇൻപുട്ട് ചെയ്തു, ബൈനറി എന്ന് വന്നു. ഒന്നുകൂടി സി ഇൻപുട്ട് ചെയ്തു, കമ്പ്യൂട്ടർ എന്ന് വന്നു. അഗെയിൻ ഡി ഇൻപുട്ട് ചെയ്തു. ഇപ്പം എന്താ വന്നത്? ഡീബഗിങ്. അപ്പോൾ എ ബി സി ഡി കറക്റ്റാണ്. ഇനി നമുക്ക് ഇതൊന്നും അല്ലാത്തൊരു ലെറ്റർ ഒന്ന് ഇൻപുട്ട് ചെയ്ത് നോക്കാം. ഇവിടെ ടി എന്ന് പറയുന്ന ലെറ്റർ ഇൻപുട്ട് ചെയ്തു. ഇൻവാലിഡ് ഇൻപുട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് സ്വിച്ച് കേസിൻ്റെ എക്സാമ്പിൾ. അപ്പോൾ നമ്മൾ നേരത്തെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്ന 3 പ്രോഗ്രാംസിൻ്റെയും എക്സിക്യൂഷനാണ് ഇപ്പോൾ കാണിച്ചത്. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ഇത് ഡിസ്കസ് ചെയ്യാനുള്ളത് ഒരു കണ്ടീഷണൽ ഓപ്പറേറ്ററാണ്. അത് കഴിഞ്ഞ് നമുക്ക് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. അത് അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് നോക്കാം. ഓക്കെ.